പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് എരുമേലി KSRTC ബസ് സ്റ്റാൻഡിലോട്ട് മെയിൻ റോഡിൽ നിന്ന്, അതായത് നമുക്കറിയാം വൺ വേ സംവിധാനമാണ് ഇവിടെ. അമ്പലത്തിൻ്റെ ആ സൈഡ് വഴി, അതായത് DBHS എരുമേലി കണ്ടോ, ദേവസ്വം ബോർഡിൻ്റെ, അതായത് വണ്ടി പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. ഈ ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറി പോകുന്ന ഒരു വഴിയാണിത്. കാരണം അതിൻ്റെ ഇവിടുത്തെ കുഴി കണ്ടോ. ഒരു ബസ് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവിടുന്ന് കയറി വരുമ്പോൾ നോക്കണം, വലിയ കുഴിയാണ്, വലിയ കുഴി. ഈ ഒന്ന് കുഴി നികത്തുവാനോ ഒന്ന് ഒട്ടിക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു പോകാനോ, അതായത് റീടാറിങ് നടത്തുവാനോ ബന്ധപ്പെട്ടവർക്ക് സാധിച്ചിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിൻ്റെ അടിയന്തര ശ്രദ്ധ ഉണ്ടാകണം. കാരണം ഇതുപോലുള്ള ചെറിയ കുഴികൾ അത് നികത്തി കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു വാഹനങ്ങൾ ഇപ്പം തന്നെ ആ കാറ് ആ സൈഡിൽ കൂടാണ് വരുന്നത്, നിങ്ങൾക്കറിയാം. അപ്പം ബസ് വന്നു കഴിഞ്ഞാൽ ആ ബസ് ഒരു അകത്തോട്ട് തന്നെ ഇറങ്ങി പോകുന്ന കണ്ടോ. ഒരു ബൈക്ക്, സാധാരണ ബൈക്കുകളൊന്നും അത് ഇറങ്ങുന്നില്ല. അപ്പം വണ്ടി വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കും. ഉണ്ടോ കുഴിയുടെ അവസ്ഥ കണ്ടോ. ഇത് ഓട്ടോ സ്റ്റേഷനാണ്. എൻ്റെ കേട്ടിട്ട് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഏറ്റവും വലിയ അനാസ്ഥയാണ്. കാരണം അത് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, എരുമേലി എന്ന് പറയുമ്പോഴത്തേന് തീർത്ഥാടന കേന്ദ്രം, ഏറ്റവും വലിയ തീർത്ഥാടനം. ഏതാണ്ട് സെക്കൻഡിലൊരു വണ്ടി വെച്ച് സീസൺ കാലത്ത് പോകുന്നതാണ്. അങ്ങനെ ഉണ്ടാകുന്ന കുഴികളാണ്. ഏതാണ്ട് തുച്ഛമായ പൈസയും കൊണ്ട് ഫണ്ട് തന്നെ കുറച്ച് പൈസ ഉപയോഗിച്ചാൽ തന്നെ നികത്താവുന്ന ഒരു കുഴിയാണ്. പക്ഷെ ശ്രദ്ധിക്കത്തില്ല. അപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു KSRTC ബസ് ഇറങ്ങി വരുന്നുണ്ട്. ഇത് അവസ്ഥയാണ്. അടുത്തൊരു KSRTC ബസ് ഇറങ്ങി വരും. നിങ്ങൾ നോക്ക്, ഇത് നമ്മൾ നോക്കണം. കണ്ടോ, മുഖം കുത്തിയാണ് ഇറങ്ങി വരുന്നത്. അതേ അവസ്ഥയാണ്. പൊതുമരാമത്ത് വകുപ്പ് ഒരു ചെറിയൊരു ശ്രദ്ധ ഉണ്ടായാൽ തീർച്ചയായിട്ടും റോഡിൻ്റെ പണി തീർക്കാൻ പറ്റും. ഓക്കെ, അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ഉടനടി വാർത്തയ്ക്ക് വേണ്ടി ഹുസൈന തുങ്കപ്പാറ, പത്തനംതിട്ട ആവശ്യപ്പെടുന്നത്. നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.